OP ജിൻഡാൽ സർവകലാശാലയിൽ പെൺ സുഹൃത്തിനെ സൂട്ട് കേസിലാക്കി ഹോസ്റ്റലിലേക്ക് കടത്താൻ ശ്രമം. ബോയ്സ് ഹോസ്റ്റലിലെ സുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. നന്നായി കേട്ടില്ലേ? ഹരിയാനയിലെ ഒരു കോളേജ് ഹോസ്റ്റൽ, അതായത് ആൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്ക് ആ പെൺ സുഹൃത്തിനെ അവരുടെ ആൺസുഹൃത്ത് കാമുകൻ കൊണ്ടുപോയ ഒരു അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടത്. ഒരു വലിയ ഷൂട്ട് കേസിൽ, അതായത് ഒരു ട്രോളി ബാഗിലാക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നു. എവിടെയോ തട്ടിയിട്ട് പെട്ടെന്ന് ആ പെൺകുട്ടിക്ക് വേദന സംഭവിക്കുകയോ എന്തോ ശബ്ദമുണ്ടാക്കിയപ്പോൾ, എന്തോ പന്തികേട് തോന്നിയപ്പോ ഹോസ്റ്റലിലെ വാർഡന്മാര് തുറന്ന് പരിശോധിച്ചപ്പോ കണ്ട കാഴ്ചയാണ് ഇപ്പോ ഈ ട്രോളി ബാഗിൽ നിന്ന് ഈ പെൺകുട്ടിയെ പിടിച്ചിട്ടുള്ളത്. വല്ലാത്തൊരവസ്ഥ അല്ലേ? ഞാൻ ആ കൊണ്ടുപോയ ആ കാമുകൻ അല്ലെങ്കിൽ ആ ആൺസുഹൃത്തിനല്ല അവനെ കുറിച്ചിട്ടല്ല എനിക്ക് സംസാരിക്കാനുള്ളത്. ആ ഷൂട്ട് കേസിൽ കയറിയിരിക്കാൻ ധൈര്യം കാണിച്ച പെൺകുട്ടി, എന്നിട്ട് അവൾ പോകുന്നത് ആൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്ക്, ഹോസ്റ്റൽ റൂമിലേക്ക്. ഹോസ്റ്റൽ റൂമിൽ എന്തെല്ലാം സ്വഭാവമുള്ള ഏതെല്ലാം കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ പോയിട്ട് ഒരു ദിവസം 2 ദിവസം നിൽക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ആ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ റൂമിൽ ഈ കുട്ടിക്ക് ഒരു സേഫ്റ്റി ഉള്ളത്? കൊണ്ടുപോയവർക്ക് ഏതായാലും തലയില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇത്രമാത്രം ത്യാഗം ചെയ്ത് നമ്മളൊന്ന് ആലോചിച്ചൊക്കെ. അപ്പൊ അത് പരിശോധിക്കുന്ന സമയത്ത് നോക്കെ, ഇത് പരിശോധിക്കുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ഇതൊരിക്കലും ഒരു വലിയ ട്രോളി ബാഗ് ഒന്നല്ല, നല്ലൊരു മനുഷ്യന്റെ ഹൈറ്റിലുള്ള ട്രോളി ബാഗ് ഒന്നല്ല, ഒരു സാധാരണ രീതിയിലൊക്കെ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്ന പോലത്തെ ട്രോളി ബാഗാണ്. അതില് ഇത്രയും ത്യാഗം ചെയ്തിട്ട് തന്റെ കാമുകന്റെ റൂമിൽ പോയി നിൽക്കാൻ ഈ കുട്ടിയൊക്കെ കാണിക്കുന്ന ആ ഒരു ത്യാഗ മനോഭാവം ഉണ്ടല്ലോ, കാണാതെ പോവരുതല്ലേ, ഒരിക്കലും കാണാതെ പോവരുത്. കൊണ്ടുപോയവർക്ക് എന്തായാലും തലക്കൊരോളല്ല. പക്ഷെ ഈ ബാഗിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇടങ്ങറായിട്ട് ഇരുന്ന കുട്ടിയുടെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കെ. അത് ഇവരൊക്കെ കോളേജിൽ പഠിക്കുന്നവരാ, സംസ്കാരം പഠിക്കുന്നവരാ, നാളെ ഭാവിയിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പല മേഖലയിൽ, ഉന്നതമായ മേഖലയിലൂടെ ഒക്കെ ജോബ് ചെയ്യേണ്ടവരാ, മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ടവരാ. എന്തായിരിക്കും അല്ലേ ഇവരൊക്കെ നാളെ ഓരോ മേഖലയിൽ ഇരുന്ന് ജോബ് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ ഓരോ സ്ഥാനമാനങ്ങളൊക്കെ ഇരിക്കുമ്പോൾ അല്ലെ, പറഞ്ഞു കാര്യമില്ല. ഇന്ന് മൊത്തത്തിൽ അങ്ങനെയാണല്ലോ, എല്ലാ അണ്ടനും അടകോടനും എല്ലായിടത്തും ഉണ്ട്. എന്നിട്ട് മറ്റുള്ളവരെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നു, പോയത്തരങ്ങൾ വിളിച്ചു പറയുന്നു. ആരാ എന്താന്നുള്ളത് നമ്മൾ പറയണില്ല. നമ്മൾ മുഖ്യ മായിട്ടുള്ള ഒരു വിഷയം തന്നെ അതാണ്. പലപ്പോഴും പല കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്ത അസ്വസ്ഥതകൾ തോന്നും. എന്താണിത് ഇങ്ങനെ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ വാർത്ത വന്നിരിക്കുന്നത്. നന്നായിട്ട് വൈറലായിട്ടുണ്ട്, എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ കേരളത്തിലെ കോളേജുകളുടെ ക്യാമ്പസിന്റെ ഹോസ്റ്റലുകളുടെ വരാന്തയിലൂടെ എത്രയൊക്കെ ട്രോളി ബാഗ് ഉരുണ്ടുപോകും എന്നുള്ളത് കൂടി ഇപ്പൊ നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം എവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിനെക്കാട്ടി ഉഷാറായിട്ട് അതിനെ മാതൃകയാക്കിയിട്ടോ, അല്ലെങ്കിൽ അതിനെ തകർത്തെറിഞ്ഞിട്ട് തരിപ്പണമാക്കിയിട്ട് വലിയ രീതിയിൽ പ്രകടിപ്പിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിവുള്ളവരാണ് നമ്മളെ കേരളക്കാർ. അതിൽ യാതൊരു സംശയവുമില്ല. ഇനി രസകരമായിട്ട് പലരും ചെയ്യൂട്ടോ. അങ്ങനെയുണ്ട്. ഒരു ട്രോളി ബാഗ് കുന്തി വരുന്ന സമയത്ത് സെക്യൂരിറ്റി തടയട്ടെ, പരിശോധിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ കുറച്ച് കല്ലും മണ്ണും പലതും സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്താണെങ്കിലും ഇപ്പൊ ഹരിയാനയിലെ ഒരു സർവകലാശാലയിലാണ് സംഭവിച്ചിട്ടുള്ളത്. അവിടുത്തെ മെൻസ് ഹോസ്റ്റലിലേക്ക് അവന്റെ പെൺ സുഹൃത്തിനെ കടത്താൻ, ആ റൂമിലേക്ക് കൊണ്ടുപോവാൻ, ഇത് ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. ഈ ആൺകുട്ടി ഈ കോളേജിൽ പഠിക്കുന്നവനാണ്, അവന്റെ കോളേജ് ഹോസ്റ്റലിലേക്കാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ ഈ പെട്ടിയിലുള്ളത് അവിടെ പഠിക്കുന്ന കുട്ടിയാണോ അതല്ല പുറത്തു നിന്നുള്ളവന്റെ പെൺസുഹൃത്താണോ ഒന്നും വ്യക്തമായിട്ടില്ല. എന്താണെങ്കിലും കോളേജ് അധികൃതർ മനസ്സിലാക്കുന്നത്, ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉടനെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയും. എന്താണെങ്കിലും അടിപൊളി അല്ലേ? ആ രംഗം നമുക്കൊന്നുകൂടി കാണാം എന്താ അവസ്ഥ എന്നുള്ളത്. കേട്ടാ, ആ ബാഗ് തുറന്ന് ബാഗിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്ന ആ കൊച്ചു സുന്ദരിയെ കണ്ടോ? എന്താല്ലേ നമ്മുടെ മക്കളൊക്കെ ഒരു അവസ്ഥ. ഉപ്പാനും ഉമ്മാനെയൊക്കെ പറ്റിച്ചിട്ട് കോളേജിലേക്കാണ്, ട്യൂഷനാന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും പരിചയപ്പെട്ട, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ പരിചയപ്പെട്ടവന്റെ കാറിലൊക്കെ കയറി പോയിട്ട്, ആരുമില്ലാത്ത കുന്നിൻ മുകളിലൊക്കെ പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പല കുട്ടികളും പല രീതിയിൽ പീഡനങ്ങൾക്ക് വിധേയമായ വാർത്തകൾ നമ്മൾ കേട്ടതാണ്. സുഹൃത്തുക്കളൊക്കെ കൂടെ പോയി അവിടെ പോയിട്ട് ലഹരി ഉപയോഗിച്ചു, പിന്നീട് അവർക്ക് ബോധമില്ലാതെ പലതും ചെയ്തു. അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് ഹൈദരാബാദിൽ പഠിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ
പിന്നെ അവിടെ PhD ഒക്കെ ചെയ്യുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ബോയ്സിന്റെ അല്ലെങ്കിൽ ഗേൾസിന്റെ ഹോസ്റ്റലിലോ റൂമിലോ പോകാനൊന്നും യാതൊരു തടസ്സങ്ങളില്ല എന്ന് പറയുന്നു. അവിടുത്തെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു MLA ആരുടെ ഒരു മകള് ഇതുപോലെ ബോയ്സിന്റെ ഹോസ്റ്റൽ റൂമിലേക്ക് പോയിട്ട് അവളുടെ കാമുകനുമായിട്ട് ഇരിക്കുന്നതിന്റെ ഇടയിൽ അവിടെയുള്ള അവന്റെ സുഹൃത്തുക്കളടക്കം ആ കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് വളരെ സ്ട്രിക്റ്റ് സ്വഭാവമാക്കിയപ്പോ ഹോസ്റ്റലില് പെൺകുട്ടികൾ പഠിക്കുന്ന ഭാഗത്തേക്ക് ആൺകുട്ടികൾ പോകരുത്, ആൺകുട്ടികൾ പഠിക്കുന്ന ഭാഗത്തേക്ക് പെൺകുട്ടികൾ പോകരുത്. ഹോസ്റ്റലില് പല ഹോസ്റ്റലുകളിലും വലിയ ഉപരിപഠനങ്ങൾ ഉന്നതമായ പഠനങ്ങളൊക്കെ നടത്തുന്നവർക്ക് ആർക്കും എപ്പോഴും എവിടെ കയറി ചെല്ലാൻ സ്വാതന്ത്ര്യമുണ്ട്. കാരണം വളർന്നു വലുതായവരല്ലേ, അപ്പൊ അതുകൊണ്ട് അവർ സൂക്ഷ്മത ഉണ്ടായിരിക്കും, കുറച്ചൊക്കെ പക്വത ഉണ്ടായിരിക്കും എന്ന് വെച്ചിട്ടാ. പക്ഷെ പലപ്പോഴും പക്വത ഒന്നും അല്ല അവിടെ കാണുന്നത്. വളരെ ബോറായിട്ടുള്ള എന്ത് തണ്ടിത്തരങ്ങളും അല്ലെങ്കിൽ എന്ത് പിന്നെ നീചമായിട്ടുള്ള പ്രവർത്തികളും ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആണ് പലപ്പോഴും പല സ്ഥാപനങ്ങളിലും ഹോസ്റ്റലുകളിലും നടക്കുന്നത്. എന്താണെങ്കിലും ഇത് അടിപൊളിയായിട്ടുണ്ടല്ലേ. ഒരു ട്രോളി ബാഗിന്റെ പല ട്രോളുകളും നമ്മൾ കാണാറുണ്ട്. പൈസയുടെ കാര്യത്തിലാണെങ്കിലും രാഷ്ട്രീയക്കാർക്ക് പണം കൊണ്ടുകൊടുത്തു എന്ന് പറഞ്ഞിട്ടും അത് പോലീസ് പിടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കലക്കിയിട്ടുണ്ട്. നല്ലൊരു പെൺകുട്ടി ആ ട്രോളി ബാഗിലും കയറിയിട്ട് ആൺകുട്ടികൾ ഒന്നിച്ച് താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് എന്തല്ലേ അവരുടെ വിൽ പവർ എന്ന് പറയാൻ പറ്റിപ്പോ ഇനി എന്തോ അതല്ലാത്ത ഒരു മനക്കരുത്ത് അത്രേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും തലക്ക് സുഖമില്ലാത്ത കേസ് ഒന്നും പറയാൻ പറ്റും. എന്താണെങ്കിലും അടിപൊളിയായിട്ട് ഇവിടെ നടന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലൊക്കെ ഇത്രയും സംഭവങ്ങൾ ഇല്ലാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. കാരണം ഇപ്പൊ ഈ ട്രോളി ബാഗിൽ ഒരു പക്ഷെ കയറ്റിക്കൊണ്ട് ഒരു ശ്വാസം പുറത്തേക്ക് പോകാനുള്ള ഐഡിയകളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ മക്കൾ ചിലപ്പോൾ അതൊന്നും ഉണ്ടാവില്ല. അങ്ങോട്ട് കയറി കൂടിയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെയൊക്കെ നല്ല ബോധത്തോടു കൂടി ജീവിക്കുന്നവരാണ് നമ്മളെ കേരളക്കാരെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തരായിട്ട് എന്തൊക്കെ കുറെ ഉടായിപ്പൊപ്പിച്ചു വെക്കാനും അതേപോലെ തന്നെ നിയമം തെറ്റിക്കാനൊക്കെ എല്ലായിടത്തും ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള കുറെ ആൾക്കാർ എല്ലായിടത്തും ഉണ്ട്, എവിടെയുണ്ട്. അത് ഏത് രാഷ്ട്രങ്ങളിലുണ്ട്, ഏത് സ്ഥലങ്ങളിലുണ്ട്, ഏത് വീടുകളിലുണ്ട്, ഏത് പട്ടണങ്ങളിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെങ്കിലും നമ്മളെല്ലാവരും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലാവട്ടെ, കുടുംബ മേഖലയിലാവട്ടെ, എവിടെയും ഒരു ജാഗ്രത നല്ലതാണ്. കാരണം പുതിയ പുതിയ ഐഡിയകളൊക്കെ പയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ പല മഹാന്മാരും. അപ്പൊ കണ്ടല്ലോ, ഈ വാർത്ത കണ്ടല്ലോ. അപ്പൊ വലിയ ട്രോളി ബാഗ് ആയിട്ട് വേഗത്തിൽ ഓടുന്നവരുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇങ്ങനെ ഇടങ്ങറായിട്ട് വലിച്ചു കൊണ്ടുപോകുന്നവരുണ്ടെങ്കിൽ അടുത്തൊന്ന് ചെവി ഇങ്ങനെ വെക്കുന്നത് നല്ലതാണ്. ചിലപ്പോഴേ അതിലും നല്ല പെൺകുട്ടികളോ ആൺകുട്ടികളൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോ പെൺകുട്ടികളോ ആൺകുട്ടികളെ അവരുടെ ഹോസ്റ്റലിലേക്ക് ഇതുപോലെ കൊണ്ടുപോയിട്ടുണ്ടോ ഇല്ലെന്നൊന്നും പറയാൻ പറ്റൂല. എന്താണെങ്കിലും ബൈ.